മുൻ മന്ത്രി പി.എ. മുഹമ്മദ് റിയാസിന്റെ കോട്ടുളിയിലെ വീട്ടിൽ 8 മണിക്കൂറോളം നീണ്ട പരിശോധനയാണ് ഇഡി ഉദ്യോഗസ്ഥർ നടത്തിയത്. എന്നാൽ പിണറായിയുടെയും മുഹമ്മദ് റിയാസിന്റെയും വീടുകളിൽ നടത്തുന്ന പരിശോധന രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാരോപിച്ച് CPIM കോട്ടുളിയിലെ വീടിന്റെ മുൻപിൽ ഉൾപ്പെടെ ശക്തമായ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുകയും ചെയ്തു. റെയ്ഡ് കഴിഞ്ഞ് തിരികെ മടങ്ങുകയായിരുന്ന ഇഡി ഉദ്യോഗസ്ഥരെ വഴിയിൽ തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം ഉൾപ്പെടെ വൈകാരികമായ സമരമാണ് CPIM പ്രവർത്തകർ നടത്തിയത്. മുദ്രാവാക്യം വിളികളും അതിവൈകാരികമായിരുന്നു. 8 മണിക്കൂറോളം നീണ്ട പരിശോധനയാണ് മുൻ മന്ത്രിയും നിലവിലെ MLA-യുമായ P.A. മുഹമ്മദ് റിയാസിന്റെ കോട്ടുളിയിലെ വീട്ടിൽ ഇഡി ഉദ്യോഗസ്ഥർ നടത്തിയത്. രാവിലെ 6 മണിയോടുകൂടിയാണ് ഇഡി ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയത്. പിന്നീട് അവർ പരിശോധന ആരംഭിക്കുകയായിരുന്നു. ഈ സമയത്ത് P.A. മുഹമ്മദ് റിയാസ് വീട്ടിൽ ഉണ്ടായിരുന്നില്ല. P.A. മുഹമ്മദ് റിയാസിന്റെ മാതാപിതാക്കളും ഒപ്പം തന്നെ കുട്ടികളടക്കമുള്ളവരായിരുന്നു വീട്ടിൽ ഉണ്ടായിരുന്നത്. വീട്ടുകാർ പൂർണ്ണമായും അന്വേഷണത്തോട് സഹകരിക്കുകയും ചെയ്തു. അതിനിടെ ഈ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് കോഴിക്കോട് CPIM ജില്ലാ സെക്രട്ടറി M. മെഹബൂബിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ കോട്ടുള്ളിയിലേക്ക് എത്തി. അവർ ആദ്യം കോട്ടുള്ളി ഈ വീടിന്റെ പരിസരത്ത് നിന്നും കോട്ടുള്ളി ടൗൺ വരെ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. പിന്നീട് മുതലക്കുളത്ത് CPIM ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ V. വസീഫ്, ഒപ്പം തന്നെ M. മെഹബൂബ്, A. പ്രദീപ് കുമാർ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ സംബന്ധിച്ച വലിയൊരു പ്രതിഷേധ പ്രകടനം നടന്നു. അത് പുതിയ ബസ് സ്റ്റാൻഡിൽ ആ പ്രതിഷേധ പ്രകടനം സമാപിക്കുകയും ചെയ്തു. ഈ ഒരു അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളതാണ് CPIM നേതാക്കളുടെ പൊതുവെ ഉയർന്ന വാദം. പിന്നാലെ CPIM നേതാക്കൾ ഓരോരുത്തരായി കോട്ടുള്ളിയിലെ വീട്ടിന് മുൻപിലേക്ക് എത്തുകയും ഇഡി അന്വേഷണം നടന്നുകൊണ്ടിരിക്കെ തന്നെ CPIM നേതാക്കളും പ്രവർത്തകരും ഈ വീടിൻ്റെ മുൻപിൽ കുത്തിയിരുന്ന് സമരം നടത്തുകയും ചെയ്തു. ഇടയ്ക്ക് പ്രവർത്തകർ വൈകാരികമായ മുദ്രാവാക്യം വിളികളും നടത്തി. അതിനിടെ ഇഡി ഉദ്യോഗസ്ഥർ 2 മണിയോടുകൂടി അവരുടെ പരിശോധന പൂർത്തിയാക്കി. മടങ്ങാൻ ശ്രമിച്ച ഇഡി ഉദ്യോഗസ്ഥരെ ആദ്യം പ്രവർത്തകർ തടഞ്ഞു. എന്നാൽ മുതിർന്ന നേതാക്കളും പോലീസും ഇടപെട്ട് അവരെ സാന്ത്വനിപ്പിക്കുകയായിരുന്നു. പിന്നീട് മറ്റൊരു വഴിയിലൂടെയാണ് ഇഡി ഉദ്യോഗസ്ഥരെ പോലീസും ഒപ്പം തന്നെ നേതാക്കളും ഇടപെട്ട് കടത്തിവിട്ടത്. ശക്തമായ മുദ്രാവാക്യം വിളികളാണ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉയർന്നത്. പരിശോധനയ്ക്കിടെ പ്രായാധിക്യമുള്ള ആരോഗ്യ പ്രശ്നമുള്ള P.A. മുഹമ്മദ് റിയാസിന്റെ മാതാപിതാക്കളെ ഇഡി ഉദ്യോഗസ്ഥർ ബുദ്ധിമുട്ടിച്ചതായി മുഹമ്മദ് റിയാസിന്റെ അഭിഭാഷകൻ CM ജംഷീർ വ്യക്തമാക്കി. ഒപ്പം തന്നെ ഈ മനുഷ്യാവകാശ ലംഘനമാണ് ഇവിടെ നടന്നത് എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടായി. അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും P.A. മുഹമ്മദ് റിയാസിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കി. റെയ്ഡ് അവസാനിപ്പിച്ചപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മല എലിയെ പ്രസവിച്ചു എന്ന് പറഞ്ഞതുപോലെ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് ഒപ്പിട്ട് നൽകി പോകുന്ന അവസ്ഥയുണ്ടായി. MLA-യുടെ ഉമ്മ അതേപോലെ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ വീടിനകത്തുണ്ടായിരുന്നു. പ്രായമുള്ളവരാണ്. നാളെ പെരുന്നാളാണ്, ഇന്ന് നോമ്പുള്ളവരുണ്ട്. അവരെ അടുത്തേക്കാണ് റെയ്ഡ് എന്ന് പറഞ്ഞിട്ട് കയറി അവരെ യഥാർത്ഥത്തിൽ ഒരു കസ്റ്റഡിയിൽ വെക്കുന്നത് പോലെ ടോർച്ചർ ചെയ്യുന്നത് പോലെയാണ് അവരോട് പെരുമാറിയിട്ടുള്ളത്. പക്ഷേ അതിനിടയിൽ ഉണ്ടായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനം അത് ചെറുതായി കാണാൻ വേണ്ടി സാധിക്കില്ല. ഒരു അഭിഭാഷകനെയോ ബന്ധപ്പെട്ടവരെയോ അവരെ കാണാൻ അനുവദിക്കാതെ അവർക്ക് വേണ്ട പ്രാഥമിക സൗകര്യങ്ങൾ ഉൾപ്പെടെ നിർവഹിക്കാൻ സാധിക്കാത്ത അവസ്ഥ അവർക്കുണ്ടായിരുന്നു. പരിശോധനാ സമയത്ത് വീട്ടിൽ ഇല്ലാതിരുന്ന P.A. മുഹമ്മദ് റിയാസ് പിന്നാലെ ഇവിടേക്ക് എത്തുകയും മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരിക്കുകയും ചെയ്തു. സംഘപരിവാറിന്റെ രാഷ്ട്രീയ വേട്ടയാണ് നടന്നത് എന്ന് അദ്ദേഹം ആരോപിച്ചു. സംഘപരിവാറും കേന്ദ്ര സർക്കാർ ഉയർത്തുന്ന തെറ്റായ നിലപാടിന് ഇനിയും തുറന്നു കാണിക്കും. അതിന് ED അല്ല, ഇനി അതിലും വലിയ D വന്നാലും ഒരു പ്രയാസമില്ലാതെ നേരിട്ട് മുന്നോട്ട് പോകും. രാഷ്ട്രീയ പ്രവർത്തനം ശക്തമായി തുടരും. ഇതിന്റെ മറ്റു വശങ്ങളിലേക്കൊന്നും ഇപ്പൊ ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞിട്ടുണ്ട്, പാർട്ടി ജനറൽ സെക്രട്ടറിയും പറഞ്ഞിട്ടുണ്ട്. അതിന് മുകളിലല്ല ഞാൻ. ED വേട്ടയാടലിനെതിരെ ശക്തമായ പ്രതിഷേധം തുടരാൻ തന്നെയാണ് CPIM-ന്റെ തീരുമാനം. ഇന്നും വരും ദിവസങ്ങളിലുമെല്ലാമായി ഇതിന്റെ പ്രതിഷേധങ്ങൾ തുടരും. ക്യാമറ പേഴ്സൺ റിഷാദിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.